പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ ഒരു ഹിന്ദു മഹാസമ്മേളനം വിളിച്ചുകൂട്ടുന്ന അല്ലെങ്കിൽ അത് സംഘടിപ്പിക്കുന്ന സംസ്ഥാന സർക്കാർ, മതേതരത്വ സർക്കാർ, കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഇതാ ഒരു ക്രിസ്തുമത മഹാസമ്മേളനം കൂടി വിളിച്ചു കൂട്ടാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്താ അല്ലേ? കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ വലിയൊരു സമ്മേളനം ഈ സെപ്റ്റംബർ 20 ശബരിമല പമ്പയിൽ വെച്ച് നടക്കുകയാണ്. അത് സർക്കാരല്ല സംഘടിപ്പിക്കുന്നത്, ദേവസ്വം ബോർഡാണ് സംഘടിപ്പിക്കുന്നതെന്ന പേരിലാണ് അതിൽ നിന്നും സർക്കാർ കൈയൊഴിയുന്നത്. പക്ഷേ സർക്കാരിൻ്റെ എല്ലാ വകുപ്പുകളും ആ സമ്മേളനം വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ സജീവമാണ്. എന്തിനാണ് ഇപ്പോൾ ഒരു മഹാസമ്മേളനം, അയ്യപ്പ മഹാസമ്മേളനം നടത്തുന്നതെന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങൾക്ക് ഈ ദേവസ്വം ബോർഡ് പറയുന്ന ഉത്തരമെന്ന് പറയുന്നത് ശബരിമല വികസനം ലക്ഷ്യമാക്കി കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരിക എന്നതാണ്. ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മഹാസമ്മേളനങ്ങളും ലോക മഹാസമ്മേളനങ്ങളും നടത്തിയത് നമ്മൾ പലതും കണ്ടതാണ്. അതിൻ്റെ യാതൊരു പ്രയോജനവും കേരളത്തിന് കിട്ടിയിട്ടില്ല എന്നും നമ്മുടെ ഖജനാവിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ മുടക്കിയതല്ലാതെ യാതൊരു പ്രയോജനം ഉണ്ടായാലും നമുക്കറിയാവുന്നതാണ്. അതേ അനുഭവം തന്നെയായിരിക്കും ഈ ശബരിമല ആഗോള അയ്യപ്പ സംഗമത്തിന് സംഭവിക്കുന്നത്. ഇപ്പോൾ തന്നെ ശബരിമലയിൽ ഒരു വികസന പ്രോജക്റ്റ് ഉണ്ട്. ശബരിമല വികസന പ്രോജക്റ്റ് എന്ന പേരിൽ ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി വളരെ വ്യക്തമായിട്ട് കേന്ദ്ര സർക്കാരിനും അതിൻ്റെ പദ്ധതികൾ സമർപ്പിച്ചിട്ടുള്ളതാണ്. കേരള സർക്കാരിനും വരെ പദ്ധതികൾ സമർപ്പിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് ശബരിമല പ്രോജക്റ്റ് എന്ന പേരിൽ ചില പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിയുകയും ചെയ്തു. അതിൻ്റെ മുഖ്യമന്ത്രി തന്നെയാണ്, കേരള മുഖ്യമന്ത്രി തന്നെയാണ് അതിൻ്റെ ആ പദ്ധതിയുടെ നേതൃത്വം നൽകേണ്ട ചെയർമാൻ എന്നുള്ളത്. അത്തരത്തിലുള്ള ഒരു ഒഫീഷ്യലായിട്ടുള്ള ഒരു പദ്ധതി പ്രവർത്തനങ്ങൾ ശബരിമല പ്രോജക്റ്റ് എന്ന പേരിലൊന്ന് ഉണ്ട് താനും. അതിനപ്പുറമായിട്ട് ഇനി ഈ ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് എന്തെങ്കിലും സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. ആഗോള അയ്യപ്പ സംഗമം നടന്നുകൊണ്ടിരിക്കുമ്പോഴും നടക്കുന്നതിന് തൊട്ടടുത്തുമൊക്കെ നമുക്ക് മനസ്സിലാകും അതിൻ്റെ കള്ളത്തരം പൊള്ളത്തരം എത്ര വലുതാണെന്ന്. സംഗമത്തിൽ വരാൻ പോകുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് വരുന്നത്, സംഗമത്തിൽ നടക്കുന്ന ചർച്ചകളും അതിനുശേഷം ഉണ്ടാകുന്ന വാർത്തകളുടെ ഒരു പ്രളയവും നമുക്ക് വരാൻ പോകുന്നത് ഈ അയ്യപ്പ സംഗമത്തിൻ്റെ പൊള്ളത്തരം മനസ്സിലാവുന്ന തരത്തിൽ തന്നെയായിരിക്കും. അതവിടെ ഇരുന്നോട്ടെ. എന്തായാലും ഹിന്ദു മഹാസമ്മേളനം സംസ്ഥാന സർക്കാർ വിളിച്ചുകൂട്ടാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞു മതേതര സർക്കാരാണ്. ഇപ്പോഴിതാ ക്രിസ്തു മത പ്രീണനത്തിന് വേണ്ടിയിട്ട് ഒരു ക്രിസ്തുമത മഹാസമ്മേളനം, ന്യൂനപക്ഷ സമ്മേളനം എന്ന പേരിലാണ് അത് വിളിച്ചു കൂട്ടുന്നത്. കൊച്ചിയിലാണ്. വരുന്ന ഒക്ടോബർ 16 മിക്കവാറും ആ ഒരു സംഗമം നടക്കുമെന്നാണ് പറയുന്നത്. അത് ഈ അയ്യപ്പ സംഗമത്തിനെ ദേവസ്വം ബോർഡിന്റെ ചുമലിൽ വെച്ചിട്ട് സർക്കാർ കൈയൊഴിഞ്ഞെങ്കിൽ, അല്ലെങ്കിൽ പാർട്ടി കൈയൊഴിഞ്ഞെങ്കിൽ, CPM കൈയൊഴിഞ്ഞെങ്കിൽ, ഇവിടെ അങ്ങനെ കൈയൊഴിയാൻ കഴിയുന്നില്ല. സർക്കാർ മനുഷ്യർ തന്നെയാണ് ഈ ന്യൂനപക്ഷ മഹാസംഗമം എന്ന പേരിൽ ക്രിസ്തുമത വിശ്വാസികളെ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു മഹാസമ്മേളനം നടത്തുന്നത്. അത് എറണാകുളത്ത് മട്ടാഞ്ചേരിയിലെ MLA ആയ KJ മാക്സ് എന്ന് പറയുന്ന MLAക്കാണ് അതിൻ്റെ ചുമതല കൊടുത്തിരിക്കുന്നത്. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു ഇടതുപക്ഷ സർക്കാർ, ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഒരു ന്യൂനപക്ഷ സമ്മേളനം നടത്തുമ്പോൾ അതിൽ ക്രിസ്തുമത വിശ്വാസികളെ സംഘടിപ്പിക്കാനുള്ള ചുമതല ഒരു ക്രിസ്തുമത MLAക്ക് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്കറിയില്ല ഇവരുടെ ഈ മതേതരത്വം, ഈ പറയുന്ന മതേതരത്വമൊക്കെ എവിടെ നിൽക്കുന്നു എന്നുള്ളത്. ക്രിസ്ത്യാനികളെ സംഘടിപ്പിക്കാൻ ക്രിസ്ത്യാനിയായ ഒരു MLA, അല്ലെങ്കിൽ ക്രിസ്ത്യാനിയായ പാർട്ടി നേതാക്കൾ, ക്രിസ്ത്യാനികളായ പാർട്ടി പ്രവർത്തകർ, മുസ്ലിങ്ങളെ സംഘടിപ്പിക്കാൻ മുസ്ലിമായ ഒരു പാർട്ടി MLA, മുസ്ലിങ്ങളായ കുറേ പ്രവർത്തകർ, ഹിന്ദുക്കളെ സംഘടിപ്പിക്കാൻ ഹിന്ദുക്കളായ കുറേ പാർട്ടി പ്രവർത്തകർ, അങ്ങനെ ഈ മതങ്ങളെ സംഘടിപ്പിക്കാൻ വേണ്ടി പാർട്ടിയെ ഇങ്ങനെ തയ്യാറാക്കിയെടുക്കുന്ന ഒരു സംവിധാനമാണ് നമ്മൾ കാണുമ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പാർട്ടിയുടെ അവരുടെ ഈ ആദർശമുണ്ടല്ലോ, പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത്, അതായത് വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തിൽ ഉൾപ്പെട്ട മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ്, മാർക്സിസമാണ് പിന്നീട് ലെനിനിസ്റ്റും കൂടെ വന്നതാണ്. എന്നാലും ആ മാർക്സിസ്റ്റ് ചിന്താഗതി എവിടെ എത്തി എന്നുള്ളതാണ്.
അപ്പൊ സ്വാഭാവികമായിട്ടും ഇവരുടെ മതേതരത്വവും ഇവർ പറയുന്ന എല്ലാ കാര്യങ്ങളും പൊള്ളത്തരമാണെന്ന് ജനം മനസ്സിലാക്കുന്നു. ജനങ്ങളെ ഭയന്നു തുടങ്ങിയിരിക്കുന്നു എന്നതാണ് ഇതിൽ നിന്ന് ഏറ്റവും അധികം നമ്മൾ അവസാനമായി കാണേണ്ട ഒരു കൺക്ലൂഷൻ, മനസ്സിലാക്കേണ്ടത്. ഇടതുപക്ഷ ഗവൺമെന്റും ഇടതുപക്ഷ പാർട്ടികളും, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, പ്രത്യേകിച്ച് CPM എന്നുള്ള പാർട്ടി ജനങ്ങളെ ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്നാണ്. ജനങ്ങൾ വോട്ട് ചെയ്യില്ല എന്ന ഒരു ഭയം അവരിൽ ജനിച്ചിരിക്കുന്നു. സാധാരണ ഈ വർഗസമരവും വർഗാധിഷ്ഠിത വിശകലനങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരുന്നവർക്ക് ഇപ്പോൾ വർഗസമരങ്ങളോ വർഗാധിഷ്ഠിത വിശകലനങ്ങളോ കാര്യങ്ങളൊന്നും ഇപ്പോൾ ചെയ്യാൻ ആരുമില്ല. അതിനുള്ള മൂളയുള്ള ആരും അതിനകത്തില്ല. ഉണ്ടെങ്കിൽ തന്നെ അവരതിനൊന്നും തയ്യാറാവുന്നില്ല. തയ്യാറായാൽ അതുകൊണ്ട് പ്രയോജനവുമില്ല. ഇപ്പോൾ വർഗീയത പറഞ്ഞിട്ട് വിശ്വാസികളെ ഒരു വർഗമായിട്ട് കാണുകയും ആ വിശ്വാസികൾക്ക് കൂടെ ഞങ്ങൾ എപ്പോഴും ഉണ്ടാവുമെന്ന് പറയുകയും അങ്ങനെ വിശ്വാസി വർഗമാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് വർഗം എന്ന് പറയുകയും ചെയ്യുന്ന ഒരു പുതിയ പ്രത്യയശാസ്ത്രമാണ് പിണറായി വിജയന്റെ യുഗത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ കഴിയുന്നില്ല. എന്തായാലും ജനങ്ങളെ ഭയപ്പെട്ടിരിക്കുന്നു, പൊതുജനങ്ങളെ ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. സ്വന്തം പാർട്ടി അണികളെ പോലും വിശ്വാസമില്ലാത്ത തരത്തിൽ CPM ഭയന്നിരിക്കുന്നു. അതുകൊണ്ട് ഇനി ഹിന്ദുമത വിശ്വാസികളെ പ്രീണിപ്പിക്കാൻ അവർക്ക് എന്തെല്ലാം വേണം, അവരുടെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആലോചിച്ച് അവർക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുക. ക്രിസ്ത്യാനികളായ മതവിശ്വാസികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരൊക്കെ ഒരു സമ്മേളനം നടത്തി അവരെ ഒന്ന് പ്രീണിപ്പിച്ചെടുക്കുക. ഇനി മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഹമാസ് സമ്മേളനങ്ങളും മറ്റൊക്കെ നടത്തിയിട്ടൊന്നും പ്രയോജനമില്ലാത്തത് കൊണ്ട് മറ്റു തരത്തിലുള്ള സമ്മേളനങ്ങൾ നടത്താൻ ആലോചിക്കുക. അങ്ങനെ ജനങ്ങളെ ഹിന്ദുവെന്നും ക്രിസ്ത്യാനിയെന്നും ഇസ്ലാമെന്നും ഒക്കെ വേർതിരിച്ച് കാണുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം, ഒരു പുതിയ പ്രത്യയശാസ്ത്രം ലോകത്ത് ഉടലെടുത്തിരിക്കുന്നു. ആ പ്രത്യയശാസ്ത്രത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്, കാരണഭൂതൻ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിന്റെ ഭരണാധികാരിയായ വ്യക്തി തന്നെയാണെന്ന് പറയാം. അതിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിക്കാരെന്നാണ് പറയാം. പക്ഷെ പാർട്ടിക്ക് അത്തരം കാര്യങ്ങളിലൊന്നും യാതൊരു നിയന്ത്രണവുമില്ല. ഈ കാരണഭൂതൻ കാട്ടിക്കൂട്ടുന്നത് എങ്ങനെയും ജയിക്കുക, സീറ്റ് നേടുക, അധികാരം പിടിക്കുക എന്ന അവസ്ഥയിലേക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധപ്പതിച്ചിരിക്കുന്നു എന്നതാണ് ഈ ഹിന്ദു മഹാസമ്മേളനവും അതുപോലെ ക്രിസ്ത്യൻ മഹാസമ്മേളനവും നടത്താൻ സർക്കാർ മെഷീനറി ഉപയോഗിച്ചുകൊണ്ട് പാർട്ടി മുന്നോട്ട് വന്നിരിക്കുന്നതെന്നും നമുക്ക് വ്യക്തമാകും.